വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാതെ ജനങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട UDF സർക്കാരിനെതിരെ CPIM പൊന്നാനി ഏരിയ കമ്മിറ്റിയിലെ 12 ലോക്കൽ കേന്ദ്രങ്ങളിലും മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാതെ ജനങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട UDF സർക്കാരിനെതിരെ CPM പൊന്നാനി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 12 ലോക്കൽ കേന്ദ്രങ്ങളിലും മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. കടവനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലൻപടി സെന്ററിൽ നടന്ന പരിപാടി ലോക്കൽ സെക്രട്ടറി M പ്രസീദ് ഉദ്ഘാടനം ചെയ്തു. V രമേശൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സിനീഷ് കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു. എരമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി റിയാസ് പഴഞ്ഞു ഉദ്ഘാടനം ചെയ്തു. P അശോകൻ അധ്യക്ഷത വഹിച്ചു. മാറഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ലോക്കൽ സെക്രട്ടറി PC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. KP രാജൻ അധ്യക്ഷത വഹിച്ചു. പെരുമ്പടപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. AK നവാസ് അധ്യക്ഷത വഹിച്ചു. എഴുപത്തിരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു. K ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. പൊന്നാനി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ വീടുകളിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. മെയ് മാസത്തിൽ ഇവിടെ അധികാര വടംവലിയായിരുന്നു. വൈദ്യുതി മന്ത്രി ആരാകണം സംബന്ധിച്ചിട്ടുള്ള വടംവലി. അതിനുശേഷമോ വൈദ്യുതി മന്ത്രി വന്ന സമയത്ത് അളിയന്മാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, പിന്നീട് നിരന്തരമായിട്ടുള്ള ചക്രവർത്തി പോരാട്ടങ്ങൾ, ഈ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ദുരിതത്തിലേക്ക് നടന്നു ചെല്ലുന്നതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണം തികവില്ലാതെയാണ് മുന്നോട്ട് പോയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് എല്ലിനോ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം 2017 ആ 2017 എല്ലിനോ പ്രതിഭാസം വന്ന സമയത്ത് അന്നത്തെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് M മണി എന്താ ചെയ്തത്? ഗുജറാത്തിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരിക, ഗുജറാത്തിലെ വൈദ്യുതി മന്ത്രിയുമായി ഇടപെട്ട് ഉദ്യോഗസ്ഥ സംഘത്തെ ഗുജറാത്തിലേക്ക് അയച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തെ പരിഹരിക്കപ്പെട്ടത്. മഴക്കുറവുള്ള ഒരു വർഷം ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ ഏറ്റവും കുറവ് മഴയുള്ള കാലമായിരുന്നു 2023. ആ 2023 അന്നത്തെ വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൃത്യമായി ഉഭയകക്ഷി കരാറ് വഴി ആവശ്യമായ വൈദ്യുതി നേരത്തെ തന്നെ ഈ പ്രതിഭാസങ്ങളും മറ്റു പ്രശ്നങ്ങളെയും ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും നടത്തി. അങ്ങനെ ഒരല്ലലുമില്ലാതെ കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും, കേരളത്തിലെ ഒരു ഭവനത്തിൽ പോലും വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതെ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഈ പ്രതിസന്ധികൾ മറികടന്നത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.